പുത്തനമ്പലം ചെറുവാരണം ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ഓഗസ്റ്റ് 12-ന് നടക്കും. ചടങ്ങിനോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് ക്ഷേത്രഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർക്കിടക വാവുബലി ഓഗസ്റ്റ് 12 ബുധനാഴ്ച രാവിലെ 6 മണി മുതൽ ക്ഷേത്രത്തിൽ നടക്കും. ചടങ്ങുകളുടെ ഭാഗമായി തിലഹോമം, വിഷ്ണുപൂജ, നമസ്കാരം, കൂട്ടനമസ്കാരം തുടങ്ങിയ വഴിപാടുകൾ പ്രത്യേകമായി നടത്തപ്പെടുമെന്ന് ക്ഷേത്രഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷത്തെ കർക്കിടക വാവ് ബലി ഓഗസ്റ്റ് 12-ാം തീയതി ബുധനാഴ്ച രാവിലെ 6 മുതൽ നടത്തപ്പെടുകയാണ്. ക്ഷേത്രം മേൽശാന്തി ശ്രീ PD പ്രകാശദേവൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലികർമ്മങ്ങൾ നടക്കുക. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണം നടത്താൻ എത്തുന്ന ഒരു പുണ്യ സങ്കേതമാണ് ചെറുവാരണം ശ്രീനാരായണപുരം ക്ഷേത്രം അഥവാ പുത്തനമ്പലം എന്ന് പറയുന്നത്. കൂടാതെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച മഹാഗണപതി ഹോമം സെപ്റ്റംബർ 15 ചൊവ്വാഴ്ച രാവിലെ 4:30 മുതൽ നടക്കും. ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വാർത്താസമ്മേളനത്തിൽ ദേവസ്വം ആക്ടിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷാജി, സെക്രട്ടറി കെ ഷിബു, ഖജാൻജി കെ ചിദംബരൻ എന്നിവർ പങ്കെടുത്തു. അഷ്ടമംഗല ദേവപ്രശ്ന വിധിപ്രകാരം ശ്രീ ഭദ്രകാളി ദേവിയുടെ ക്ഷേത്ര നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണി ഏകദേശം തീരാറായി. അതോടൊപ്പം തന്നെ ജീർണാവസ്ഥയിലായിരുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം നമ്മൾ പൊളിച്ച് നീക്കുകയും ബാലലത്തിലേക്ക് മാറ്റുകയും ക്ഷേത്രം അവിടെ പൊളിച്ച് നീക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും ഇതോടൊപ്പം തന്നെ നടത്തുകയാണ്. അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ ശിലാസ്ഥാപനം 2026 ആഗസ്റ്റ് മാസം 27-ാം തീയതി, അതായത് 1202 ചിങ്ങമാസം 11-ാം തീയതി വ്യാഴാഴ്ച അവിട്ടം നക്ഷത്രത്തിൽ 12-നും 12-21 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ തറക്കല്ലിടുകയാണ്. ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികളാണ് തറക്കല്ലിടുന്നത്.